പൗരത്വ ഭേദഗതി നിയമത്തിൽ ആശങ്കയറിയിച്ച യുഎസിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചു. നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. 237 ഹർജികളിലാണ് വിശദമായി വാദം കേൾക്കുക. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ എങ്ങനെ നടപ്പാക്കുമെന്ന് നിരീക്ഷിച്ചു വരികയാണെന്നായിരുന്നു US വിദേശകാര്യ വക്താവ് മാത്യു മില്ലറിന്റെ പ്രതികരണം. അമേരിക്കയുടെ പ്രസ്താവന അനാവശ്യമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചു. നിയമം പൗരത്വം എടുത്തുകളയുന്നതിനെക്കുറിച്ചല്ല, പൗരത്വം നൽകുന്നതിനെക്കുറിച്ചാണ്. CAA മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നതാണെന്നും രൺദീപ് ജയ്സ്വാൾ മറുപടി നൽകി. The CAA is about giving citizenship, not about taking away citizenship. So this must be underlined. It addresses the issue of statelessness, provides human dignity and supports human rights. പൗരത്വ ഭേദഗതി നിയമവിജ്ഞാപനത്തിനെതിരെ CPI, മുസ്ലിം ലീഗ്, DYFI ഉൾപ്പെടെ നൽകിയ 237 ഹർജികളിൽ ചൊവ്വാഴ്ച വിശദവാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. CAA വിജ്ഞാപനത്തെ തുടർന്ന് രജിസ്ട്രേഷൻ നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതിനാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യത്തിലാണ് നടപടി. വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് വോട്ടർമാർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണെന്ന് മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി 24നോട് പറഞ്ഞു. 24 ഡൽഹി.